ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര ബന്ധം വഷളാകുന്നതിനിടെ സെൻട്രൽ സെക്ടറിൽ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം. ആക്രമണം എന്ന് പേരിട്ടിരിക്കുന്ന അഭ്യാസത്തിൽ റഫാൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്ന് സേനാ വിഭാഗങ്ങൾ പ്രതിരോധ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, സെൻട്രൽ സെക്ടറിൽ നടക്കുന്നത് ഒരു സാധാരണ വ്യോമാഭ്യാസമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റഫാൽ യുദ്ധവിമാനങ്ങൾ അടക്കം എല്ലാ വിമാനങ്ങളും അണിനിരന്നുകൊണ്ടുള്ള ഒരു വലിയ അഭ്യാസ പ്രകടനം, യഥാർത്ഥത്തിൽ അതൊരു ശക്തി പ്രകടനമോ മുന്നറിയിപ്പോ ഒക്കെയായി ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താവുന്നതാണല്ലേ? തീർച്ചയായും സെൻട്രൽ സെക്ടർ എന്ന് പറയുമ്പോൾ സെൻട്രൽ എയർ കമാൻഡിലാണ് ഈ തരത്തിൽ ഒരു പരിശീലനം നടക്കുന്നത്, ഒരു എക്സസൈസ് നടക്കുന്നത്. അത് ഈ നേപ്പാൾ അതിർത്തിയോട് ചേരുന്ന ഭാഗത്താണ് ഈ എക്സസൈസ് നടന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ എയർഫോഴ്സുമായി ബന്ധപ്പെട്ടിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പരിശീലനം, ഒരു എക്സസൈസ് നടന്നത് എന്നതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഏതായാലും തൽക്കാലം ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു അഭ്യാസ പ്രകടനം, അതായത് ശക്തി പ്രകടനമാക്കി അതിനെ ആ രീതിയിൽ കാണണ്ട, ഇത് ഞങ്ങൾ പതിവ് പോലെ ചെയ്ത ഒന്ന് എന്ന് മാത്രം ഇപ്പോൾ എയർഫോഴ്സ് പറയുന്നുണ്ട്. ഔദ്യോഗികമായി ഇപ്പോൾ PROയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കശ്മീരിലെ പ്രശ്നം, പാകിസ്ഥാനുമായി നിൽക്കുന്ന പ്രശ്നം, പാകിസ്ഥാൻ ഒരു മിസൈൽ പരീക്ഷണം ഇന്നോ നാളെയോ നടക്കും എന്ന് പ്രഖ്യാപിക്കുകയും മാരിടൈം അഡ്വൈസറി പുറത്തിറക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മറ്റൊരു മിസൈൽ പരീക്ഷണം INS സൂറത്തിൽ വെച്ച് നടത്തുകയും ചെയ്തു. അത് വിജയകരമായി മാറുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിലാണ് എയർഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അഭ്യാസ പ്രകടനം നടക്കുന്നത്. അത് റുട്ടീൻ എന്ന് ഇപ്പോൾ എയർഫോഴ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും അത് ആ തരത്തിൽ മാത്രം ഈ ഒരു സാഹചര്യത്തിൽ കാണാൻ വേണ്ടി കഴിയില്ല. കരസേനാ മേധാവി ഇപ്പോൾ നാളെ കശ്മീരിലേക്ക് എത്തുന്നുമുണ്ട്. കരസേനയുടെ ഈ മേഖലയിലെ കരുത്ത്, അതേക്കുറിച്ചൊക്കെ അതിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി കരസേനാ മേധാവി നടത്തും എന്നത് നമ്മൾ അറിയുന്നു. ഏതായാലും ഇരു രാജ്യങ്ങൾക്കിടയിലും ഈ തരത്തിലൊരു സംഘർഷ സാധ്യത ഉടലെടുത്ത ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ആവട്ടെ അതിർത്തി മേഖലകളിൽ അവരുടെ സൈന്യത്തെ കൂടുതൽ ജാഗ്രതയോടെ നിർത്തിയിട്ടുമുണ്ട്. അല്പസമയം മുമ്പാണ് ഈ പാകിസ്ഥാൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഖവാജ ആസിഫിൻ്റെ പ്രതികരണം വന്നത്. ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ അത് ഏത് തരത്തിലായാലും അതിനെ ഞങ്ങൾ നേരിടും, അതിനെ തിരിച്ചടിക്കും എന്നൊക്കെ അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ, ഫോറിൻ പ്രഷർ, അതിന് ഞങ്ങൾ വഴങ്ങില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുമുള്ളത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടത്തിയ അവരുടെ സെക്യൂരിറ്റി കൗൺസിൽ, അവരുടെ ഒരു സുരക്ഷാ സമിതിയുടെ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും ഒക്കെ തന്നെ ഒരു വാർലൈക്ക് സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയാലും ഞങ്ങൾ അതിനെ നേരിടാൻ ഒരുക്കമാണ് എന്നുള്ള തരത്തിലാണ്. അതുകൊണ്ട് ഒരു പ്രകോപനത്തിലുള്ള ശ്രമം തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കാണുന്നത്. അപ്പോൾ ഇന്ത്യ അതിനനുസരിച്ച തയ്യാറെടുപ്പുകൾ സ്വാഭാവികമായും നടത്തുകയും ചെയ്യും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സെൻട്രൽ എയർ കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു അഭ്യാസ പ്രകടനം, അതും റഫേൽ പോലെ അത്യാധുനികമായ ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും കരുത്തുറ്റ വിമാനങ്ങളെ അണിനിരത്തിയുള്ള ഒരു യുദ്ധവിമാനങ്ങളെ അണിനിരത്തിയുള്ള ഒരു അഭ്യാസം. വിജയകുമാർ. യെസ്, സെൻട്രൽ സെക്ടറിലാണ് സുഖോയ് അതുപോലെ റഫാൽ യുദ്ധവിമാനങ്ങളൊക്കെ അണിനിരക്കുന്ന ഒരു വലിയ ശക്തി പ്രകടനം അല്ലെങ്കിൽ ഒരു പരിശീലനം ഇപ്പോൾ നടക്കുന്നത്. ഇത് സാധാരണ ഉള്ളതിനേക്കാൾ കുറെ കൂടി ഗൗരവമുള്ള വിഷയം അല്ലെങ്കിൽ ഗൗരവമുള്ള അഭ്യാസ പ്രകടനം എന്ന നിലയിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. ലൈൻ ഓഫ് കൺട്രോളിൽ പാകിസ്ഥാൻ സേനാവിന്യാസം ശക്തമാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടെയാണ് ഇത്തരം പരിശീലനങ്ങളോ അഭ്യാസ പ്രകടനങ്ങളോ ഇന്ത്യൻ സൈഡിൽ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.